ഒരവസ്ഥയുണ്ടാവുകയില്ല. എന്താണ് ഖബറ്? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നീ ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ നീ വാവിട്ട് കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന, അതിൽ കിടക്കേണ്ടതാ കാലം സമാന. കോമളവർമ്മ മൃദുലമായ ശരീരത്തിൽ പുഴുക്കൾ പരസ്പരം തിന്നുന്നതിനാൽ. അതേ മഹാനായ തലവ ഉസ്താദ് പറഞ്ഞ വരികളാണല്ലോ നമ്മൾ ഓർമ്മ വരുന്നത്. അതേ സുവർണ കോമളമായ നിന്റെ ശരീരത്തില് അതേ ജീവികളും തേളുകളും പാമ്പുകളും പാറുകാലികളും അങ്ങനെ ചിതലുകളും പുഴുക്കളും പരസ്പരം മത്സരിച്ച് തിന്നുമ്പോ നീ ഈ ലോകത്ത് നല്ല വിറ്റാമിൻ സാധനങ്ങളെ തിന്ന് നീ പുറ്റിച്ചെടുത്ത നിന്റെ ശരീരഭാഗങ്ങളെല്ലാം അതേ പാമ്പുകളും തേളുകളും കൊത്തി വലിക്കുന്ന സമയത്ത് അവിടെ ക്യൂ സിസ്റ്റം ഇല്ല. മാവേലി സ്റ്റോറിൽ പോകുമ്പോൾ ക്യൂ നിൽക്കണം. അതേ ബാറുകളിൽ പോകുമ്പോൾ ക്യൂ നിൽക്കണം. 2000 രൂപ മാറാൻ വേണ്ടി നമ്മൾ എത്ര ക്യൂ നിന്നതാണ്. അങ്ങനെ ക്യൂ നിൽക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ക്യൂ നിൽക്കേണ്ടവരുണ്ട്. ബാങ്കുകളിൽ പോയാൽ നമ്മൾ ക്യൂ നിൽക്കണം. പക്ഷേ ഖബറില് പുഴുക്കൾക്കും തേളുകൾക്കും പാറുകാലികൾക്കും ക്യൂ ഇല്ല. ചില പാറുകാലികൾ മൂക്കിൽ കൂടി കയറി കണ്ണിൽ കൂടി ഇറങ്ങിപ്പോകുന്നു. അല്ലാഹ്, ആ സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടോ? തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോയ കൂട്ടുകാരുണ്ടോ? നമസ്കരിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ മാതാപിതാക്കളുണ്ടോ? അതെ, മക്കളെ പഠിപ്പിക്കാൻ വിടാത്ത മാതാപിതാക്കളില്ല. അവിടെ മക്കൾക്ക് കൂട്ട് മാതാപിതാക്കളില്ല, കൂട്ടുകാർക്ക് കൂട്ടുകാരില്ല. അവിടെ ഏകയായ ഖബറിൽ